കേരളമടക്കം 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതിയാണ് ഇന്നറിയാനിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം വൈകിട്ട് 4 മണിക്കാണ്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അവസാനവട്ട ചർച്ചകളിലാണ് മുന്നണികൾ. കേരളത്തിന് പുറമെ തമിഴ്നാട്, ബംഗാൾ, അസം സംസ്ഥാനങ്ങളുടെ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലുമാണ് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത്. നമ്മളോടൊപ്പം അതിഥികളുടെ നീണ്ടനിര, നമ്മുടെ പ്രതിനിധികളുടെ നീണ്ടനിര പിയ സുനിലും ആർ റോഷിബാലുമാണ് ആദ്യഘട്ടത്തിലുള്ളത്. നമുക്ക് ആദ്യം സുനിലിൽ നിന്ന് തുടങ്ങാം അല്ലേ? അതിലൊരുപക്ഷെ സ്മൃതി, നമ്മൾ അടുത്ത ദിവസങ്ങളിൽ എന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ഇന്ന് തന്നെ, ഈ ഞായറാഴ്ച ദിവസം തന്നെ തെരഞ്ഞെടുപ്പിന്റെ അംഗത്തിലേക്ക് എല്ലാവരും ഇറങ്ങുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ചർച്ചകളൊക്കെ വട്ടം കൂട്ടി വരുന്നതേ ഉള്ളൂ പലരും എന്നതാണ് ഇതിന്റെ ഒരു. പി ആർ സുനിൽ കൃത്യമായി പറഞ്ഞിരുന്നു, ഒന്നുകിൽ 14-ാം തീയതി അല്ലെങ്കിൽ 15-ാം തീയതി പ്രഖ്യാപനം ഉണ്ടാകും, 15-ാം തീയതി അതുണ്ടാവുകയുമാണ്. അത് കൃത്യമായി സുനിൽ. അപ്പോൾ 4 മണിക്കാണ് വാർത്താ സമ്മേളനം. എന്നാകും ആ തീയതി എന്നറിയാൻ നമ്മളൊക്കെ ഉദ്യോഗത്തോടെ കാത്തിരിക്കുന്നു. കേരളം മാത്രമല്ലല്ലോ, 5ഇടത്തെ തെരഞ്ഞെടുപ്പ് തീയതിയാണ് പ്രഖ്യാപിക്കാനിരിക്കുന്നത്. 20-ാം തീയതി ആയിരിക്കും കേരളത്തിൽ എന്ന് ചില സൂചനകളുണ്ട്. എന്താണ് സുനിൽ അറിയാനാകുന്നത്? സ്മൃതി, ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായുള്ള ശീലമാണ് അവധി ദിവസത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക എന്നത്. സാധാരണ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒക്കെ ഡൽഹിയിൽ പ്രധാന മാധ്യമങ്ങളിലെ മാധ്യമപ്രവർത്തകരൊക്കെ അവധിയായിരിക്കും. അപ്പോൾ ആ മാധ്യമപ്രവർത്തകരുടെയൊക്കെ തന്നെ അവധി കളഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പല തെരഞ്ഞെടുപ്പുകളുമൊക്കെ തന്നെ പ്രഖ്യാപിച്ചത്. ഏതായാലും ഇത് അവധി ദിവസം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഏതായാലും കേരളത്തിൽ എന്നായിരിക്കും വോട്ടെടുപ്പ് എന്നതാണ് പ്രധാനപ്പെട്ട എല്ലാവരുടെയും ആകാംക്ഷ എന്ന് പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം 2021 ഏപ്രിൽ 6-നായിരുന്നു വോട്ടെടുപ്പ് നടന്നത്. ഇത്തവണ SIRന്റെ നടപടികളൊക്കെ തന്നെ നീണ്ടുപോയത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തന്നെ വൈകിയത്. ഇപ്പോൾ കിട്ടുന്ന സൂചന അനുസരിച്ച് ഏപ്രിൽ 15-ന് ശേഷം, അതൊരു പക്ഷേ 20-നാകാം, അതല്ലെങ്കിൽ 26-ന് മുൻപ്, അങ്ങനെ ഒരു ഷെഡ്യൂൾ ആയിരിക്കും കേരളത്തെ സംബന്ധിച്ച് വോട്ടിങ്ങിനായി പരിഗണിക്കുക എന്നതാണ് ലഭിക്കുന്ന സൂചന. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വോട്ടെടുപ്പ് ഒരേ ദിവസമായിരിക്കും, കഴിഞ്ഞ തവണത്തെ പോലെ അല്ലെങ്കിൽ മുൻകാലങ്ങളിലെ പോലെ. പശ്ചിമ ബംഗാളിലേക്ക് വന്നാൽ 8 ഘട്ടമായിട്ടായിരുന്നു 2021-ലെ വോട്ടെടുപ്പ് നടന്നത്. അസമിലാണെങ്കിൽ 2 ഘട്ടമായിട്ടും വോട്ടെടുപ്പ് നടന്നു. ഇത്തവണ പശ്ചിമ ബംഗാളിലെ വോട്ടെടുപ്പ് ഒരുപക്ഷെ 8 ഘട്ടങ്ങളിൽ നിന്ന് ഒരു 6-ഓ 4-ഓ ആയി ചുരുങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഏതായാലും മെയ് 5-നകം അല്ലെങ്കിൽ മെയ് 6-നകം തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന തരത്തിലായിരിക്കും ഈ ഷെഡ്യൂൾ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിലേത് കൃത്യമായ ഒരു 30 ദിവസം ലഭിക്കും. ഈ വോട്ടെടുപ്പ് തീയതിയും ഇതിന്റെ ഒരു വിജ്ഞാപനവും തമ്മിലുള്ള ഒരു ദൂരം അല്ലെങ്കിൽ ദിവസങ്ങൾ എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന സൂചന. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരികയാണെങ്കിൽ ഇന്നു മുതൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വരികയാണ്. ഒരുപക്ഷെ കേരളത്തിൽ വോട്ടെടുപ്പിന്റെ ഒരു 30 ദിവസം മുൻപ് വിജ്ഞാപനം ഇറങ്ങുന്ന തരത്തിലായിരിക്കും ഒരുപക്ഷെ കേരളത്തിലെ ഷെഡ്യൂൾ വരിക എന്നുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ സൂചന നൽകുന്നുണ്ട്. പശ്ചിമ ബംഗാളിൽ നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നത് മെയ് 7-ാം തീയതിയാണ്. അതുപോലെ തമിഴ്നാട്ടിലേത് മെയ് 10-നും അസമിലേത് മെയ് 20-നും കേരളത്തിലെ നിയമസഭയുടെ കാലാവധി പൂർത്തിയാകുന്നത് മെയ് 23-നുമാണ്. അതുകൊണ്ട് ഈ മെയ് 6-നകം തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്ന വലിയ ചുമതല തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെയുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും, തെരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഫുൾ കമ്മീഷൻ അംഗങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും പോയി അവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. കേന്ദ്രസേനയുടെ വിന്യാസം സംബന്ധിച്ചുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്രസേന എത്തിത്തുടങ്ങിയിട്ടുണ്ട്. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തിയ സമയത്ത് തന്നെ വലിയ വാക്പോര്, അതിന് പിന്നാലെ സംഘർഷങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലേതിനേക്കാൾ കുറച്ച് ബുദ്ധിമുട്ടും ബംഗാളിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ, അല്ലേ? ഇപ്പോൾ തന്നെ അതിന്റെ സൂചനകളും വരികയാണ്. പി ആർ സുനിൽ, ഉറപ്പായും പശ്ചിമ ബംഗാളിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വിനീത പറയുന്നത് പോലെ തന്നെ വലിയ കൗതുകമുള്ളതായിരിക്കും. ഒരുപക്ഷെ വലിയ സംഘർഷങ്ങളൊക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. SIRമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ വലിയ പ്രതിഷേധമാണ് പശ്ചിമ ബംഗാളിൽ തുടരുന്നത്. അപ്പോൾ ഈ SIR അവിടെ നടപ്പാക്കിയത്, SIR പശ്ചിമ ബംഗാളിൽ നടപ്പാക്കുന്നത് അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ പുറത്താക്കാൻ വേണ്ടിയാണ്, അവരെ ആക്രമിക്കാൻ വേണ്ടിയാണ്, അവരെ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന രാഷ്ട്രീയ പ്രചരണം ഇതിനകം തന്നെ അവിടെ മമതാ ബാനർജി ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ വലിയ ധർണ നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പശ്ചിമ ബംഗാളിൽ കൊൽക്കത്തയിൽ എത്തുമ്പോഴൊക്കെ തന്നെ മമതാ ബാനർജി സമരവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിടുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തീർച്ചയായും വലിയ രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾ പശ്ചിമ ബംഗാളിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് പശ്ചിമ ബംഗാളിൽ BJP അവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയായി മാറുന്നത്. വളരെ കരുത്ത് കാണിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ പശ്ചിമ ബംഗാളിൽ ഉണ്ടായത്. ഇലക്ഷൻ കമ്മീഷന്റെ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ നമ്മൾ ഉറ്റുനോക്കുന്നത് നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. വിഷു കഴിയുന്നതിന്റെ ആ സമയത്ത് തന്നെ
വോട്ടെടുപ്പുണ്ടാകും. മെയ് മാസത്തിൽ എന്തായാലും അടുത്ത സർക്കാർ അധികാരത്തിൽ വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. റോഷിപാൽ കൂടിയുണ്ട് നമ്മളോടൊപ്പം. റോഷി, 2,69,00,000 വോട്ടർമാരാണ് SIR ഒക്കെ പൂർത്തിയാകുന്ന സമയത്ത് നമുക്കിനി വോട്ട് രേഖപ്പെടുത്താനുള്ളത്. നമുക്കറിയാം ഒരുപാട് പേർ ഒഴിവായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് തന്നെയുള്ള മണ്ഡലങ്ങളിൽ 30,000 40,000 പേരൊക്കെയാണ് ഓരോ മണ്ഡലത്തിലും ഒഴിവായിട്ടുള്ളത്. തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ്, കണക്കുകൂട്ടലുകൾ എങ്ങനെയാണ് റോഷി? മാധു, ഏറ്റവും ഒടുവിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം സംസ്ഥാനത്തെ വോട്ടർമാരുടെ എണ്ണം 2,78,50,855 അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടതാണ്. അതിൽ ഏതാണ്ട് 1,44,00,000 വോട്ടർമാർ വനിതകളും 1,34,00,000 വോട്ടർമാർ പുരുഷന്മാരുമാണ്. അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അതിൽ പുറത്തുവരുന്ന കണക്കുകൾ. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതാണ്ട് 30,000 ബൂത്തുകൾ, 30,000-ലേറെ ബൂത്തുകൾ സംസ്ഥാനത്ത് സജ്ജമാക്കുന്നുണ്ട്. എല്ലാ ബൂത്തുകളിലും CCTV ക്യാമറകളുണ്ട്. എല്ലാം തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ അവർക്ക് നിരീക്ഷിക്കാൻ പറ്റുന്ന സംവിധാനവും ഉണ്ടാകും. നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. വൈകിട്ട് 3 മണിക്കാണ് യോഗം. അവിടെ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ, പുതിയ ചട്ടങ്ങൾ, പുതിയ സുരക്ഷാ സംവിധാനങ്ങൾ അടക്കമുള്ള എങ്ങനെ സഹകരിക്കണം രാഷ്ട്രീയ പാർട്ടികൾ, പ്രചാരണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർ പാലിക്കണം, അതൊക്കെ കൃത്യമായി വിശദീകരിക്കും. ശരിയാണ് റോഷിപാൽ.